ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം കേരള PSC അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏണസ്റ്റ് അക്കാദമിയുടെ ഭാഗമായിട്ട് 150ലധികം ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത്. കാര്യം ഇത്രത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ ആ ഒരു ഹാർഡ് വർക്കിന്റെയും ഭാഗമായിട്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എത്രയും വേഗം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ 8th റാങ്ക് ലഭിച്ച മഹേഷ് ആണ്. അപ്പൊ മഹേഷ് എങ്ങനെയാണ് ഈ ടോപ്പ് റാങ്ക് നേടിയതെന്നും അദ്ദേഹം പ്രിപ്പറേഷനിൽ സ്വീകരിച്ച സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് മഹേഷ്. ഞാൻ കഴിഞ്ഞ ദിവസം കേരള PSC പബ്ലിഷ് ചെയ്ത അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ 8ാമത്തെ റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിയാണ്. ഞാൻ വരുന്നത് അടൂരിൽ നിന്നുമാണ്. ഞാൻ പഠിച്ചത് BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജിൽ നിന്നുമാണ്. പഠനത്തിന് ശേഷം ഞാൻ 8 വർഷം ദുബായിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നീട് 2 വർഷമായി ഞാൻ PSC പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് നാട്ടിൽ വന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു ലഭ്യത കുറവായിരുന്നു. ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണലായിരുന്നു. ആ സമയത്ത് എനിക്ക് പഠിക്കാൻ വളരെ ചുരുങ്ങിയ സമയം ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷവും ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പഠനം ഇതിന് സഫീഷ്യൻ്റ് അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ 2022 ജോലി റിസൈൻ ചെയ്തതിന് ശേഷം നാട്ടിൽ വരുന്നതും. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഞാൻ PSC അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കോച്ചിങ് എടുക്കുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ ഈ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണുക. പ്രധാനമായിട്ടും ഞാൻ ആദ്യമേ യൂട്യൂബ് വീഡിയോസൊക്കെയാണ് കണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഒരു കോച്ചിങ്ങിലൂടെയാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ലഭിച്ചത്. ആ ഗൈഡൻസിലൂടെയാണ് ഞാൻ പ്രോപ്പർ ഇതിന് ടൈം ടേബിൾ ലഭിക്കുകയും ആ ടൈം ടേബിൾ അനുസരിച്ച് പഠനം മുമ്പോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുകയും ആ മോക്ക് ടെസ്റ്റിൽ നിന്നും നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയും ആ ക്വസ്റ്റ്യൻസ് വീണ്ടും അതിൻ്റെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കുകയും അങ്ങനെ പഠിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ ഞാൻ ഈ ഓൺലൈനിൽ കിട്ടുന്ന എക്സാമുകൾ മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നീട് ഞാൻ പ്രധാനമായിട്ടും ഇതിൻ്റെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ടു ഡു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡെയിലി എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളത് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു ദിവസം പഠനം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ദിവസം അതിനകത്തിൽ പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ എത്ര മണിക്കൂർ കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നു, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത് എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേരള PSCയുടെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ റിലേറ്റഡ് പല പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഇതിൽ പഠിക്കാൻ മെയിനായിട്ട് ഉപയോഗിച്ചത് SSC JEEയുടെ റാങ്ക് ഫയൽ ഉപയോഗിച്ചിരുന്നു. അതേപോലെ RRB JEEയുടെയും റാങ്ക് ഫയൽ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്നും പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിൽ കവറാകുന്ന ഏതൊക്കെ സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും അതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അത് നോട്ട് ചെയ്യുകയും അത് വീണ്ടും റിവൈസ് ചെയ്ത് മാക്സിമം റിവിഷനാണ് നമ്മളൊരു PSC എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വേണ്ടത്. നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ അതിന് ഏത് ടോപ്പിക്കിലാണോ നമ്മൾ വീക്കായിട്ടുള്ളത് ആ ടോപ്പിക്ക് നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യുക. പിന്നീട് അതുപോലെ നമ്മൾ സിലബസ് മെയിനായിട്ടും പഠിച്ചിരിക്കണം. സിലബസിൽ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, അതുപോലെ ഏത് ഭാഗത്താണ് കൂടുതൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ആ ഭാഗങ്ങൾ മെയിനായിട്ട് പഠിക്കുക. ആ ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി നൽകുക. അങ്ങനെയാണ് നമുക്ക് ഒരു മികച്ച രീതിയിൽ നമുക്കൊരു PSC എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇതിൻ്റെ സിലബസ് എങ്ങനെ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എൻ്റെ ഒരു ഏജ് ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. എനിക്ക് 34 വയസ്സിപ്പോൾ ഉണ്ട്. ഇനി 2 വർഷം കൂടെ എനിക്ക് PSC എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വേക്കൻസി വളരെ കുറവായിരുന്നു, 30 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം ഞാനൊരു ജനറൽ കാറ്റഗറി ഉദ്യോഗാർത്ഥി കൂടിയാണ്. പക്ഷേ ഈ ചലഞ്ചുകളെല്ലാം എൻ്റെ മുമ്പിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് കൂടുതൽ ടൈം ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മുമ്പിൽ എന്തൊക്കെ വെല്ലുവിളികൾ വരും അത് നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക. അതേ ഉള്ളൂ ഈ ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പോം വഴി.
നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ പ്രയോജനം ചെയ്യും. ഞാൻ പഠിച്ചത് ഏണസ്റ്റ് അക്കാഡമിയിലായിരുന്നു. ഏണസ്റ്റ് അക്കാഡമിയിൽ എനിക്ക് അവർ കൊടുത്തിരുന്ന മോക്ക് ടെസ്റ്റുകൾ അറൗണ്ട് 5000 ക്വസ്റ്റ്യൻസോളം ഞാൻ മോക്ക് അറ്റൻഡ് ചെയ്തിരുന്നു. ആ മോക്കിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ എനിക്ക് അറിയാത്തത് അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ആ നോട്ട് ചെയ്തിട്ട് അത് ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യും. അത് വീണ്ടും ഞാൻ റെഫർ ചെയ്യും. പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എത്ര റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് റാങ്ക് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ റിവിഷൻ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. പഠിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ചെയ്യില്ല. നമ്മൾ പഠിച്ചതിന് ശേഷം അത് എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതോടൊപ്പം ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്നും എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. ആ മെൻറ്ററിൻ്റെ സപ്പോർട്ടും എനിക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ മെൻറ്ററിനോട് ചോദിക്കാൻ സാധിക്കും. ആ മെൻറ്റർ എന്ത് ഡൗട്ട് ഇപ്പം മെൻറ്ററിന് അറിയാത്തൊരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റഡ് സാറിനോട് അന്വേഷിച്ച് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് നൽകാറുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു ഞാൻ പഠിച്ച ഒരു സ്ഥാപനം. അത് എനിക്ക് വളരെ വലിയൊരു പങ്ക്, എനിക്ക് ഈ ഒരു റാങ്ക് ലഭിക്കുന്നതിന് വലിയൊരു പങ്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിരുന്നു. ഇനി എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, സിലബസ് 100% കംപ്ലീറ്റ് ചെയ്യുക, അതോടൊപ്പം മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇതെല്ലാം അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, അതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ വീണ്ടും റെഫർ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു റാങ്കിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലായിട്ടുള്ളത്. ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം വരാനിരിക്കുന്നു. അതോടൊപ്പം RRB JE, അതോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ മെക്കാനിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേക്കൻസികൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള റാങ്കിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിന് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും വിജയത്തിലേക്ക് എത്തുവാൻ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു.